വൈകിട്ട് പീലി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഒന്ന് കുളിപ്പിച്ചൊരുക്കി ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി ഇരുത്തിയിട്ട് നേരെ മീൻ കണ്ടിക്കാൻ വേണ്ടിട്ട് വെള്ളോട്ടിറങ്ങി. ഇന്ന് കുറച്ച് നല്ല വെള്ളിക്കാരലും കൂടെ കുറച്ച് നെത്തോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പീലിക്ക് പിന്നെ നെത്തോലി മുഖ്യം ബിഗിലെന്നാണല്ലോ. അങ്ങനെ അതൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കി നാളെ കറി വെക്കാനായിട്ട് നേരെ അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി. അതാകുമ്പോൾ രാവിലത്തെ കുറച്ച് ജോലി അങ്ങ് കുറഞ്ഞിരിക്കും. പിന്നെ ഒരു കുളി കഴിഞ്ഞ് വന്ന് ഞാനും പീലിയും കൂടെ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് അവരുടെ ഹോംവർക്ക് എഴുതി വെച്ചിട്ട് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി അത്താഴം ഉണ്ടാക്കാനായിട്ട്. കുറെ നാൾക്ക് ശേഷം അടുക്കളയിൽ ചേട്ടനെ കണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അതിന് പിന്നിൽ ഒരു വലിയ കഥ തന്നെയുണ്ട്. വലിയ കാര്യത്തിൽ പനീർ റോൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ചപ്പാത്തിക്ക് നനച്ചതാണ്. പക്ഷെ അത് അവസാനം ഗോതമ്പ് ദോശയാക്കേണ്ടി വന്നേനെ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിത് പതുക്കെ ആരുടെങ്കിലും ദേഹത്തോട്ട് ചാരി വെക്കണമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഏട്ടനെ വിളിച്ചു വരുത്തിയത്. കൈകൊണ്ടും പരത്താൻ പറ്റത്തില്ല, ചപ്പാത്തി മേക്കറിലും എടുക്കാത്ത ഈ ഒരു മാവിനെ എങ്ങനെയൊക്കെയോ പരത്തിയെടുത്ത് ചപ്പാത്തി ആക്കി തന്ന എന്റെ ഭർത്താവിന് 100 കോടി അഭിവാദ്യങ്ങൾ. എന്റെ പ്രോത്സാഹനം കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നെ പുള്ളിക്കാരൻ മൊത്തത്തിൽ പരിപാടി അങ്ങ് ഏറ്റെടുത്തു. പോരാത്തതിന് പീലിയും രംഗത്തിറങ്ങി. സത്യം പറഞ്ഞ് ഞങ്ങൾ ഈ പനീർ റോൾ ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ വെച്ച് തന്നെ മൊത്തം തിന്നു തീർത്തു. അത്രയ്ക്ക് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് പീലിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോ ഓക്കെ, ബൈ.